ഒരു കോടീശ്വരൻ ഒരു പോർഷ്യയുടെ താക്കോൽ രഹസ്യമായി ഈ ഒരു കുപ്പിക്കുള്ളിൽ ഒളിപ്പിച്ച ശേഷം ആ ഒരു കുപ്പി അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി കൊടുക്കുകയാണ്. എന്നാൽ ആ കുപ്പി കണ്ട് അവൾക്ക് സന്തോഷമാകുമെന്ന് അവൻ കരുതിയെങ്കിലും അവൾക്കത് തീരെ ഇഷ്ടമായില്ല. അവൾ ഉടനെ ആ കുപ്പിയുടെ ഫോട്ടോ എടുത്ത് തൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയാണ്. എന്നാൽ അവളുടെ കൂട്ടുകാരികൾ ഇതിലും നല്ല ഗിഫ്റ്റ് ഒരു 10 വയസ്സുകാരൻ വരെ നിനക്ക് വാങ്ങിത്തരുമായിരുന്നുവെന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ട്സ് അവളെ കളിയാക്കുകയാണ്. പക്ഷേ സംഭവം മനസ്സിലാക്കാത്ത പയ്യൻ ഒരു ലോറിയുടെ സമീപത്തേക്ക് വണ്ടി ഓടിക്കുന്നു. കാരണം അതിനകത്താണ് അവൻ യഥാർത്ഥത്തിൽ അവൾക്ക് കൊടുക്കാനിരുന്ന ഗിഫ്റ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുള്ളിലെ പോർഷ്യ കാർ കണ്ട് സങ്കടം വന്ന് അവൾ ആ കാറിന്റെ ഫോട്ടോ എടുത്ത് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയാണ്. എന്നാൽ മറ്റുള്ളവർ അവർക്ക് കൊടുത്ത ഗിഫ്റ്റും നിനക്ക് കിട്ടിയ ഗിഫ്റ്റും തമ്മിൽ കമ്പയർ ചെയ്ത് അവളുടെ ഫ്രണ്ട്സ് അവളെ കളിയാക്കുകയാണ്. അങ്ങനെ അവരിപ്പോൾ അവളുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും അവൾ മനഃപൂർവ്വം ആ ഒരു ഗിഫ്റ്റിന്റെ ബോക്സ് എടുക്കാതെ പോവുകയാണ്. പക്ഷെ അവസാനം അവനാണെങ്കിൽ അത് കാര്യമാക്കാതെ ആ ഒരു ഗിഫ്റ്റ് ബോക്സുമായി അവളുടെ അടുത്തേക്ക് പോകുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന അവളുടെ ഒരു ഫ്രണ്ട് അവളോട് അവനെ ഒഴിവാക്കാൻ പറയാനായി അവൾക്ക് മെസ്സേജ് ചെയ്യുകയാണ്. എന്നാൽ ഈ സമയവും ഇവർ എന്താണ് പ്ലാൻ ചെയ്തതെന്ന് ഒരു ഐഡിയയും അവനിക്കില്ലായിരുന്നു. അങ്ങനെ പാർട്ടിയിൽ അവൾ അവളുടെ ഫ്രണ്ട്സിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയം അവൻ അവൻ്റെ സ്റ്റാഫിനോട് ആ ഒരു പോർഷ്യക്കാർ ഇവിടേക്ക് കൊണ്ടുവരാൻ പറയുകയാണ്. എല്ലാം തയ്യാറാക്കിയ ശേഷം അവൻ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് സമ്മാനിച്ച വിലയേറിയ ഗിഫ്റ്റുകൾ അവനിക്ക് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ പ്ലാൻ ചെയ്തതുപോലെ അവൻ നൽകിയ ഗിഫ്റ്റും അവർ ഓപ്പൺ ചെയ്തതും അവളും അവളുടെ ഫ്രണ്ട്സും ചേർന്ന് അവനെ കളിയാക്കിയാണ്. ഇത് കേട്ട പയ്യൻ ആ കുപ്പിക്കുള്ളിലെ എല്ലാ നക്ഷത്രങ്ങളും ഞാൻ ഇവൾക്ക് വേണ്ടി സ്വന്തമായി നിർമ്മിച്ചതാണെന്ന് പറയുന്നു. എന്നാൽ അവൾ ദേഷ്യത്തിൽ ആ കുപ്പി താഴേക്കിടുകയാണ് ചെയ്തത്. എന്നാൽ ഈ സമയം ആ കുപ്പിക്കുള്ളിൽ ഉണ്ടായിരുന്ന ആ പോർഷ്യ കാറിന്റെ കീ കണ്ട് അവിടെ നിന്ന് പെണ്ണുങ്ങൾ കണ്ണു തള്ളുകയാണ്. അങ്ങനെ അവളുടെ ഫ്രണ്ട്സ് അവനോട് ചെയ്തതിനെ മാപ്പ് പറയുകയും ആ ഒരു കീ അവൾക്ക് സമ്മാനിക്കാനും പറയുന്നു. എന്നാൽ അവനാണെങ്കിലോ അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് തനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ് അവിടെ നിന്നും കാറുമായി പോവുകയാണ്. ഈ